നമ്മളിപ്പോൾ ഒരു മാങ്ങാ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാം. കറി വറുത്ത് തക്കാളി ഇട്ട് അതിനുശേഷം മഞ്ഞപ്പൊടി ഇട്ട് ശർക്കര മുളക് മതിയല്ലോ. അതിനുശേഷം നമ്മുടെ മോര് അടക്കും. നമ്മുടെ മാങ്ങ അങ്ങനെ ഇരിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് മുറിച്ച് തൈര് നമ്മൾ തൈര് റെഡിയാക്കിയിട്ടുണ്ട്. മിക്സിയിലിട്ട് അടിച്ച് വെച്ചിരിക്കുകയാണ്. മാങ്ങ പൂളി ഇട്ടേക്കണം. പറഞ്ഞു 4000 രൂപ. അപ്പം ഇന്ന് നല്ലൊരു മാങ്ങാ പുളിശ്ശേരി ഉണ്ടാക്കണം. രണ്ട് മാങ്ങയാണ് പുളിശ്ശേരിക്ക് എടുത്തത്. നമ്മളതിൻ്റെ മാങ്ങാൻ്റെ ഒന്ന് കളയണില്ല, അതും അതിനകത്ത് ഇടുക. മാങ്ങാൻ്റെയും മാംസമുണ്ട്, അത് പിന്നെ നമുക്ക് കൂടെ തിന്നാൻ നല്ലത്. പെട്ടെന്ന് നല്ല മധുരമുള്ള മാങ്ങയാണ്, പഴുത്ത മാങ്ങയാണ്. തൈര് ഒഴിക്കാൻ പോവുകയാണ്. അടിപൊളി മാങ്ങാപ്പുളിശ്ശേരി ഒന്ന് തിളയ്ക്കണം. തിളച്ച് ഉപ്പിട്ട് ചുരുള് വെള്ളം ചേർക്കണം. ഉണ്ടോ നിളക്ക് മതി. ആ നിളക്കിക്ക് കണ്ടല്ലോ, മാങ്ങാപ്പുളിശ്ശേരി കണ്ടല്ലോ, സൂപ്പർ. കിട്ടില്ലല്ലോ, പഴുത്ത മാങ്ങയുടെ കളറൊക്കെ ആയി വരുന്നുണ്ട്. ഉപ്പ് ശകലം ഇട്ടു മതിയല്ലോ. ഇവനെ ഒന്ന് തിളപ്പിച്ചെടുത്താലേ സൂപ്പർ. തക്കാളി ഇട്ടത് ശകലം പുളിക്ക് വേണ്ടിയാണ്. തക്കാളി ആരും ഇടാറില്ല, നല്ല ഇച്ചിരി ചില സമയത്ത് പുളിക്കുന്നതായിരിക്കും. കുഴപ്പമില്ല, മധുരമുള്ളതല്ലേ. ഇപ്പം മധുരവും പുളിയും എല്ലാം കൂടാണ്. നല്ല അടിപൊളി പഴുത്ത മാങ്ങ പുളിശ്ശേരി. ഇതുകൊണ്ട് ചോറുണ്ണാൻ വയറ് നിറയെ ചോറുണ്ണാം. അത്രയ്ക്ക് നല്ലതാണ് മാങ്ങാ പുളിശ്ശേരി. ഇപ്പം ഈ മാങ്ങയുടെ സീസണാണ്. ഇപ്പം എല്ലാവരും മാങ്ങയൊക്കെ മേടിച്ച് പുളിശ്ശേരി ഉണ്ടാക്കാൻ നോക്കുക. പുളിശ്ശേരി ഉണ്ടാക്കി കഴിക്കുക.
തിളപ്പിക്കത്തില്ല, ഒന്ന് ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ മതി. അവരല്ല തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് ചൂടായി കിട്ടിയാൽ നമ്മുടെ പുളിശ്ശേരി, മാങ്ങാ പുളിശ്ശേരി റെഡിയാകുകയാണ്. കണ്ടല്ലോ, സൂപ്പർ, നല്ല കളറ്. അടച്ചു വെക്കുന്നില്ല, അടച്ചു വെച്ചാൽ തിളയ്ക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ നേരിൽ കാണാം. ആവി വരുമ്പോൾ റെഡിയായി എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം, ചൂടായി എന്ന്. അപ്പോൾ ആ ചൂടിൽ മാങ്ങ എല്ലാം ചൂടിൽ ഇറങ്ങും. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് മാങ്ങ പുളിശ്ശേരി. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ മാങ്ങ വാങ്ങി പുളിശ്ശേരി വെക്കുക. തിളച്ചില്ല, ചൂടായില്ല. അടിപൊളി മാങ്ങ പുളിശ്ശേരി. അത് മാങ്ങാപ്പുളിശ്ശേരി കണ്ടല്ലോ. അപ്പോൾ ഇനിയും നിങ്ങൾ മാങ്ങാപ്പുളിശ്ശേരി ഉണ്ടാക്കണം. നാളെ തന്നെ, സമയം കളയരുത്. മാങ്ങാപ്പുളിശ്ശേരി ഉണ്ടാക്കി കഴിക്കണം. ആവശ്യം പോലെ നമുക്ക് ചോറുണ്ണാൻ പറ്റും മാങ്ങാപ്പുളിശ്ശേരി. ഓക്കെ, ഇനിയും പുതിയ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.